ഞാൻ ഡോക്ടർ MP മണി. നമ്മുടെ നാട്ടിൽ ആശുപത്രികളിലായാലും മരുന്ന് കടകളിലായാലും ഈ ഒരുപാട് മരുന്നുകളുണ്ട്. എന്ന് വെച്ചാൽ മൊത്തം നമ്മൾ പറഞ്ഞാൽ ടൺ കണക്കിന് മരുന്നുകളുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അവിടെ ഇഷ്ടംപോലെ മരുന്നുകളുണ്ട്. ഈ രോഗനിർണയവും ചികിത്സയും പരിശോധന സംവിധാനങ്ങളൊക്കെ നന്നായി പഠിച്ച ഡോക്ടർമാരുണ്ട്. ആശുപത്രിയിൽ നൂതന സംവിധാനങ്ങളുണ്ട് രോഗം കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും. അപ്പോൾ ഇതെല്ലാം ഉണ്ടായാലും നമ്മുടെ ആശുപത്രികളിൽ പോകുന്ന രോഗികളിൽ പലർക്കും ആശ്വാസം കിട്ടാറില്ല. ആശ്വാസം കിട്ടില്ലെന്ന് മാത്രമല്ല, ഈ രോഗം പല വഴിയിലൂടെ അങ്ങനെ സങ്കീർണതകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അപ്പം ജനങ്ങൾ പറയുന്നൊരു ഭാഷയുണ്ട്, ഡോക്ടർമാർ കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ രോഗം കുറയുന്നില്ല. അത് സ്ഥിരമായി കേൾക്കുന്നൊരു ഒരു പല്ലവിയാണ് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ രോഗിയുടെ വീട്ടിൽ സമാധാനമില്ലാതാകുന്നു, സാമ്പത്തിക ബാധ്യത വരുന്നു, ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്നു, വീണ്ടും വിട്ടു നിൽക്കേണ്ടി വരുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ കാര്യത്തിൽ. അപ്പോൾ ലളിതമായി അതിനൊരു മറുപടി പറയുകയാണെങ്കിൽ, ഈ രോഗത്തിന് ചികിത്സ ചെയ്തിട്ട് രോഗം മാറുന്നില്ലെങ്കിൽ രോഗവും ചികിത്സയും തമ്മിൽ ബന്ധപ്പെടുന്നില്ല എന്നാണ്, അല്ലെങ്കിൽ രോഗവും ചികിത്സയും തമ്മിൽ ശരിയായ രീതിയിൽ യോജിക്കുന്നില്ല എന്നാണ് പറയാറുള്ളത്. എന്താണ് അതിന് കാരണം? അത് നമ്മളതിന് അത്ര കാര്യമായിട്ട് ചർച്ച ചെയ്യാറില്ല ഇവിടെ. അപ്പോൾ ഈ വിദഗ്ധർ പറയുന്ന ഒരു ഭാഷയുണ്ട്. നമ്മളിപ്പോൾ ഒരു ആശുപത്രി ചെല്ലുമ്പോൾ രോഗം ഏതാണോ അതിന് ഒരു മരുന്ന്, അങ്ങനെയാണ് നമ്മളിപ്പോൾ ചികിത്സ കേന്ദ്രീകരിക്കുന്നത്. മരുന്നുകളിൽ കേന്ദ്രീകരിച്ചാണ് ബഹുഭൂരിപക്ഷം ആശുപത്രികളിലും രോഗികളുടെ ചികിത്സ നടക്കുന്നത്. അത് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ കുറച്ച് കൊല്ലങ്ങളായിട്ട് ചർച്ചകളുണ്ട്. അവിടെയാണ് ഈ വിദഗ്ധർ അതിനൊരു മറുപടി പറയുന്നത്, ഈ ചികിത്സ കൊടുക്കേണ്ടത് രോഗത്തിനല്ല, ആ രോഗവുമായി വരുന്ന വ്യക്തിക്കായിരിക്കണം. അതാണ് പറയുന്നത്. ട്രീറ്റ്മെൻറ്റ് ഈസ് നീഡഡ് ഫോർ ദ പേഷ്യൻറ്റ്, ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. അതാണ് രോഗിക്കാണ്, ആ മനുഷ്യനാണ് കൊടുക്കേണ്ടത്. ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ നമ്മളയാളുടെ ശരീരം മാത്രം കണ്ടാൽ പോരാ. ശരീരം മാത്രമല്ല ഒരു മനുഷ്യൻ, അതിനകത്തൊരു രസതന്ത്രമുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ രക്തമൊക്കെ പരിശോധിച്ചിട്ട് ഈ രോഗനിർണയം കൃത്യമായി കണ്ടെത്താൻ നമുക്ക് സഹായിക്കുന്ന ആ രസതന്ത്രം അതാണ്. മാത്രമല്ല, ഒരു മനസ്സുണ്ട് ഇതിനകത്ത്. ഈ മനസ്സിൽ കുറേ ചിന്തകളുണ്ടാകാം, ഉത്കണ്ഠയുണ്ടാകാം, പിരിമുറുക്കം ഉണ്ടാകാം, വിഷാദം ഉണ്ടാകാം. ഈ ഘടകങ്ങളൊക്കെ രോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. രോഗമുണ്ടാകാനും മരുന്ന് കഴിച്ചാൽ രോഗം മാറാതിരിക്കാനും രോഗം സങ്കീർണതകൾ ഉണ്ടാകാനും ഒക്കെ ഈ വിഷയങ്ങൾ കാരണമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും നോക്കാതെ ഒരു രോഗി വന്നു, ആ രോഗത്തിന് പുറം മരുന്നുകൾ കൊടുക്കുന്നു, അത് ഫലപ്രദമാക്കണമെന്നില്ല. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ സങ്കീർണതകൾ എന്ന് വെച്ചാൽ വളരെ ഗുരുതരമായ സങ്കീർണതകളിലാണ് പലരിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണം പ്രമേഹം തന്നെ. പ്രമേഹം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മരുന്നുകളും കുത്തിവെപ്പും സങ്കീർണതകളുമായിട്ടൊരു പോക്കാണ്. അതിൻ്റെ ഇടയിൽ പലർക്കും കാലിൻ്റെ വിരൽ മുറിച്ച് കളയേണ്ടി വരുന്നു, കാലിൻ്റെ ഭാഗം മുറിച്ച് കളയേണ്ടി വരുന്നു, കാഴ്ച നഷ്ടപ്പെടുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വേറെ. ഹൃദ്രോഗങ്ങളുണ്ടാകുന്നു, കരൾ രോഗങ്ങളുണ്ടാകുന്നു, വൃക്ക പ്രവർത്തനരഹിതമാകുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് പ്രമേഹ രോഗികൾ കാണുന്നത്. രോഗവും ചികിത്സയും തമ്മിൽ ശരിയായ രീതിയിലാണ് എങ്കിൽ അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇതാണ് പറയാനുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഈ പല രോഗികളും അല്ലെങ്കിൽ ജനങ്ങളിൽ പലരും പറയുന്നൊരു ഭാഷയുണ്ട്. ഈ രോഗവിവരം പറഞ്ഞ് തീരുന്നതോടുകൂടി, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ഡോക്ടർ കുറിപ്പ് തരും, ഇത് കഴിച്ചിട്ട് വരും എന്ന് പറയും. അവിടെയാണ് പ്രശ്നം. അപ്പോൾ രോഗിയോട് നമ്മൾ ഈ ഒരു ഡോക്ടർ രോഗിയോട് സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ അതിലൊരു സാന്ത്വനത്തിൻ്റെ ഭാഷയുണ്ടായിരിക്കണം. രോഗവിവരങ്ങൾ ചോദിച്ചറിയുന്നത് രോഗിക്കൊരു സാന്ത്വനം ഫീൽ ചെയ്യണം, അതാണ്, ഒരു സമാധാനം ഫീൽ ചെയ്യണം. മാത്രമല്ല, അത് വളരെ സ്നേഹപൂർവ്വം ചിരിച്ചുകൊണ്ട് വേണമെങ്കിൽ കുറച്ച് തമാശകളും കൂടെ പറയാം. അങ്ങനെ വരുമ്പോൾ ഈ രോഗിയുടെ അതുവരെ ഉണ്ടായിരുന്ന, ആശുപത്രിയിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന പിരിമുറുക്കം ഇല്ലാതാകും. ചികിത്സ അവിടെയാണ് ആദ്യം ഫലപ്രദമാകുന്നത്. അതിൻ്റെ രസതന്ത്രം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ മനസ്സിന് പ്രയാസം വരുമ്പോൾ കണ്ണിൽ വെള്ളം വരും. അത് ശരീരത്തിൽ നടന്ന, രസതന്ത്രത്തിൽ നടന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണത്. അപ്പോൾ ഈ രോഗിയുടെ മനസ്സിൽ പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ
അല്ലെങ്കിൽ നിരാശ ഉണ്ടാകുമ്പോൾ, വിഷാദം ഉണ്ടാകുമ്പോൾ ഈ അഡ്രിനാലിൻ എന്ന ഹോർമോണിൻ്റെ ലെവൽ ഉയരും. അത് കൂടുതൽ ഉൽപ്പാദനം നടക്കുന്നു. ഇത് നടക്കുമ്പോൾ ആദ്യമായിട്ട് സംഭവിക്കുന്നത് ഹൃദയമിടിപ്പ് കൂടും, രക്തസമ്മർദ്ദം ഉയരും. അപ്പോൾ രക്തസമ്മർദ്ദം പതിവിൽ കൂടുതൽ അല്ലെങ്കിൽ പരിധി വിട്ട് ഉയരുമ്പോൾ, മരുന്നുകൾ കൊടുത്ത് ഫലപ്രദമാകാതിരിക്കുമ്പോൾ നമ്മൾ ഈ ICUവിൽ കയറ്റാവുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അവിടെയാണ് മാറ്റം വരുത്തേണ്ടത്. ഇവിടെയാണ് നമ്മൾ രോഗിയുടെ മനസ്സ് കൈകാര്യം ചെയ്യേണ്ടത്. അവിടെയാണ് സാന്ത്വനത്തിൻ്റെ ഭാഷ ഉണ്ടാകേണ്ടത്. പലപ്പോഴും നടക്കുന്നില്ല. അപ്പോൾ ഈ അഡ്രിനലിൻ എന്ന ഹോർമോണിൻ്റെ നില ഉയരുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകും. രോഗി പരിഭ്രാന്തിയിലാണ്, രോഗി പിരിമുറുക്കത്തിലാണ് എന്നാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. നേരെ തിരിച്ചാണെങ്കിലോ, നമ്മൾ വളരെ ശാന്തമായി സൗഹൃദത്തോടു കൂടി ചിരിച്ചുകൊണ്ട് പോസിറ്റീവായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഈ എൻഡോർഫിൻ എന്ന ഹോർമോണിൻ്റെ നില ഉയരും. അവിടെ ഈ രോഗശമനം ഈ BP ഒക്കെ തന്നെ താഴും. ഉയർന്ന രക്തസമ്മർദ്ദം നോർമലാവും. ഹൃദയമിടിപ്പ്, നെഞ്ചെടുപ്പ്, നമ്മൾ പൊതുവെ മലയാളത്തിൽ സാധാരണ നാടൻ ഭാഷ പറയുന്ന നെഞ്ചെടുപ്പ് നോർമലാകും. പക്ഷേ അത്തരമൊരു കൈകാര്യം ചെയ്യൽ പലയിടത്തും ഉണ്ടാകാറില്ല. അതൊരു വലിയ വിഷയമാണ്. അപ്പോൾ ഈ ക്യാൻസർ രോഗികൾ ക്യാൻസറാണെന്ന് കേൾക്കുമ്പോൾ ഒരു കാളിച്ചുണ്ട്, വയറിൽ ഒരു ഞെട്ടലുണ്ട്. അവിടെയാണ് ഈ രോഗം വഷളാകുന്നതിൻ്റെ തുടക്കം. അത്തരം പിരിമുറുക്കം കൂടുന്നവരാണ് ഈ രാത്രി ഉറക്കം പിടിക്കുന്ന സമയത്ത് ഞെട്ടുന്നത്, ഉറക്കമില്ലാത്തവരാകുന്നത്, പേടിപ്പെടുന്നത്, സ്വപ്നങ്ങൾ കാണുന്നത്. അപ്പം നമ്മൾ മനസ്സിലേക്ക് കടന്നു ചെന്നാലേ ഇതിന് പരിഹാരം കാണാൻ പറ്റുമോ ഡോക്ടർമാർ. ഈ ഡോക്ടർ CP മാത്യു സാറുണ്ടായിരുന്നു, ക്യാൻസർ വളരെ ലളിതമായി കൈകാര്യം ചെയ്ത കോട്ടയത്തെ മെഡിക്കൽ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പലായിരുന്നു. അദ്ദേഹം രോഗികളെ കൈകാര്യം ചെയ്യുന്ന രീതി ബഹുരസമാണ്. രോഗിയുടെ ഫയലൊക്കെ ഈ ഒരുപാട് പേപ്പറുകളുണ്ടാകും, ചിലപ്പോൾ സങ്കീർണമായ അവസ്ഥയിലാവും വരുന്നത്. ഫയലൊക്കെ നോക്കിയിട്ട് അദ്ദേഹം ആദ്യം പറഞ്ഞു, ഇത് സാരമില്ല, ഇത് വളരെ സിമ്പിളല്ലേ, വളരെ ചിലപ്പോൾ എന്നോട് ചോദിക്കും, മണി നമുക്കത് ഗ്യാരണ്ടി കൊടുത്തുകൂടെ. അപ്പോൾ അത്തരത്തിലൊരു കൈകാര്യം ചെയ്യുമ്പോൾ ഈ രോഗിയുടെ ശരീരത്തിലെ പിരിമുറുക്കം കുറയുമ്പോൾ തന്നെ ചികിത്സ ഫലപ്രദമാകുകയാണ്, മരുന്ന് കൊടുക്കാതെ തന്നെ. പണ്ട് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ വെളിച്ചപ്പാട് അമ്പലത്തിലെ പൂജാരി ജ്യോത്സ്യരടക്കം ചികിത്സ ചെയ്യുമായിരുന്നു. അവരുടെ പ്രധാന ചികിത്സ എന്ന് പറയുന്നത് രോഗിക്ക് ഒരു ചരട് ജപിച്ച് കെട്ടിക്കൊടുക്കുകയാണ്. ഒരുപാട് പേരുടെ അസുഖമാകുമായിരുന്നു, അതായതിൻ്റെ രസം. അപ്പോൾ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവരുടെ മനസ്സിൽ പിരിമുറുക്കം കുറഞ്ഞു, അവിടെ ഈ എൻഡോർഫിൻ്റെ രാസപ്രവർത്തനത്തിൽ അതിൻ്റെ ഉൽപ്പാദനം കൂടി, അപ്പോൾ രോഗം മാറുകയാണ്. അതാണ് ഇതിൻ്റെ രസകരമാണ്. അതാണ് നമ്മൾ ഈ എന്താ പറയുക, അത്ഭുത രോഗശാന്തി എന്നൊക്കെ പറയില്ലേ. ധ്യാന കേന്ദ്രങ്ങളിൽ കുറച്ച് ദിവസം ധ്യാനത്തിരുന്നാൽ രോഗം മാറും. അപ്പോൾ അവിടെ ഈ സങ്കീർണമായ അവസ്ഥയിലാണ് രോഗി പോകുന്നത്. അവിടെ ധ്യാന കേന്ദ്രങ്ങളിൽ ഇവർ ജീവിക്കുമ്പോൾ അവിടെ താമസിച്ചാണ് പലരും ധ്യാനിക്കാറുള്ളത്. ഇവർക്ക് വേറൊന്നും ചിന്തിക്കാൻ കഴിയില്ല. കാരണം ഈ ആംപ്ലിഫയറിലൂടെ, ഈ വലിയ ശബ്ദത്തെ സ്പീക്കറിലൂടെ ദൈവവചനങ്ങൾ ഫുൾ ടൈം അവർ രണ്ട് ചെവിയിലേക്ക് അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അവിടെ ഈ ശരീരത്തിലെ രാസപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരുടെ രോഗം മാറുന്നത്, പെട്ടെന്ന് രോഗം മാറുന്നത്. അത്ഭുത രോഗശാന്തി എന്ന് നമ്മൾ പറയുന്ന അവിടെയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു രസതന്ത്രമുണ്ട്, ശാസ്ത്രമുണ്ട്, അതാണ് രോഗം മാറുന്നത്. അപ്പോൾ ഇത്തരം അത്ഭുത രോഗശാന്തികൾ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പണ്ട് തൊട്ട് ധാരാളം കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എല്ലാം ശാസ്ത്രമാണ്, ശാസ്ത്രമല്ലാത്തതൊന്നുമില്ല. പക്ഷേ നമ്മളതിൻ്റെ ശാസ്ത്രവശം കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പഴയ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആശുപത്രികളിൽ, നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ 24 മണിക്കൂറും ഈ മനഃശാസ്ത്രജ്ഞൻ്റെ സേവനം ലഭ്യമാക്കാനുള്ള നടപടികളുണ്ടാകണം. ഒരു രോഗി ഡോക്ടറെ കാണുന്നതിന് മുമ്പ് തന്നെ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ ഭാഗത്തുനിന്നൊരു മനഃശാസ്ത്ര സമീപനം ഉണ്ടെങ്കിൽ ചികിത്സ കൂടുതൽ ഫലപ്രദമാകും. അപ്പോൾ രോഗിയുടെ ഇപ്പം നമ്മൾ ഈ പിരിമുറുക്കം കൂടുകയാണ് ഇവിടെ രോഗികൾക്ക്. കാരണം ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേക്ക് പിരിമുറുക്കം, ക്യാൻസർ മാത്രമല്ല, അണുബാധകളുടെ കാര്യം. ഈ കോവിഡ് കാലത്ത് ജനങ്ങൾ മുഴുവൻ പിരിമുറുക്കത്തിലായിരുന്നു.
അപ്പോൾ ഈ പിരിമുറുക്കമാണ് ഇപ്പോഴത്തെ അടിസ്ഥാന പ്രശ്നം. അത് ഈ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന്, ഇല്ലെങ്കിൽ പിരിമുറുക്കം വരാതെ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ആർക്കും അറിയില്ല. ഇവിടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ പിരിമുറുക്കത്തിലാണ്, കാരണം മാർക്ക് മേടിക്കണ്ടേ. ഉദ്യോഗസ്ഥ ഓഫീസുകളിൽ പലയിടത്തും പിരിമുറുക്കം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ വെല്ലുവിളികളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിറച്ച് വെല്ലുവിളികളാണ് എല്ലാ മേഖലയിലും. അതാണ് ഈ പിരിമുറുക്കം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് രോഗികളുടെ എണ്ണം കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് കേരളത്തിലാണ്. തെളിവുള്ള കാര്യമാണത്. ഇവരുടെ ആരും രോഗം മാറിയതായിട്ട് കാണുന്നില്ല. പ്രമേഹത്തിൻ്റെ രോഗനിർണയത്തിലും ചികിത്സയിലും പുതിയ സിദ്ധാന്തം പ്രസിദ്ധീകരിച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞു. ആ പ്രസിദ്ധീകരിച്ച പുതിയ അറിവിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രമേഹം പിടിപെട്ടിരിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മരുന്നുകൾ കഴിക്കുകയോ കുത്തിവയ്ക്കുകയോ വേണമെന്ന വിശ്വാസവും ശാസ്ത്രവുമാണ് ഇവിടെ വഴിമാറുന്നത്. പക്ഷെ അതുകൂടെ ചർച്ച ചെയ്യുന്നില്ല നമ്മൾ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ പുതിയ അറിവുകൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ചർച്ച ചെയ്താലേ ജനങ്ങളിലെത്തുള്ളൂ. അത് പ്രാവർത്തികമാക്കണം എല്ലാ ആശുപത്രികളിലും, അല്ലെങ്കിൽ എല്ലാ ക്ലിനിക്കുകളിലും. അത് എല്ലാ വൈദ്യശാസ്ത്ര ശാഖകൾ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് പ്രസിദ്ധീകരിക്കുന്ന പുതിയ അറിവുകൾ കഴിയുമെങ്കിൽ അതാത് കാലത്ത് തന്നെ പഠിക്കുകയും പിന്നെ ചികിത്സയിൽ അത് പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ടാകും. അപ്പോൾ അതാണ് ഇന്ന് പറയാനുള്ളത്. ഈ രോഗം എന്ന് പറയുന്നത് ചികിത്സിക്കുമ്പോൾ അത് രോഗത്തെ കേന്ദ്രീകരിച്ചാകരുത്. പരിശോധനാ ഫലങ്ങളെയും ഈ രോഗിയുടെ മാനസികാവസ്ഥ കൂടി പരിഗണിച്ചാണെങ്കിൽ ഇവിടെ ജലദോഷം മുതൽ ക്യാൻസർ വരെയുള്ള എല്ലാ രോഗങ്ങളിലും അത്ഭുത രോഗശാന്തി ലഭിക്കും. അതുറപ്പാണ്.